നമസ്കാരം, സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന്റെ സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ. കേന്ദ്ര സഹായത്തിന് നന്ദി പറഞ്ഞ ബോർഡുകൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധം. KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന്റെ സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അർദ്ധരാത്രിയിൽ വീട് കയറിയുള്ള പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും വ്യാജ ആരോപണങ്ങളിൽ നിരപരാധികളെ ക്രൂശിക്കുന്ന പോലീസിന്റെ കിരാത നടപടികൾക്കെതിരെയും അർദ്ധരാത്രിയിൽ വീട് കയറി ചെന്ന് സ്ത്രീകളോടും പ്രായമായവരോടും അപമര്യാദയെ പെരുമാറുന്ന പോലീസ് ഗുണ്ടായിസത്തിനെതിരെ KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി നിഹാൽ റഹ്മാൻ, ആദിത്യൻ കാഞ്ഞങ്ങാട്ട്, അഹ്സാൻ ഷെയ്ഖ് തുടങ്ങിയവർ നേതൃത്വം നൽകിയ പ്രതിഷേധ മാർച്ചിനെ വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം വെച്ച് തടഞ്ഞു. തുടർന്ന് KSU പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനിടയിൽ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന് പരിക്കുപറ്റി. അറസ്റ്റ് ചെയ്തതിനിടയിൽ പരിക്ക് പറ്റിയ ഗോകുൽ ഗുരുവായൂരിനെ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ. ചാലക്കുടി ദേശീയപാതയുടെ പടിഞ്ഞാറ് വശം പ്രവർത്തിക്കുന്ന ക്ലബ്ബിൽ ഇരുന്ന് പന്നിമറി എന്ന ചീട്ടുകളി കളിക്കുകയായിരുന്ന 6 അംഗ സംഘം പോലീസ് പിടിയിൽ. പോട്ട നക്കര വീട്ടിൽ സന്തോഷ്, കാടുകുറ്റി പാലയ്ക്ക് വീട്ടിൽ ജോർജ്, കോടശ്ശേരി വള്ളത്തുപറമ്പിൽ വീട്ടിൽ രവി, പോട്ട ചിറയത്ത് വീട്ടിൽ ആറ്റ്ലി, മുരിങ്ങൂർ മാളിയേക്കൽ വീട്ടിൽ ജോസ്, പോട്ട പടമാൻ വീട്ടിൽ വിൻസെന്റ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1,18,000 രൂപ പിടിച്ചെടുത്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ഉണ്ണികൃഷ്ണൻ, ഹരിശങ്കർ പ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ, അമൽ, സജീഷ്, റജിൻ, ശ്രീഹരി, സലീഷ് മോൻ എന്നിവരെയാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കേന്ദ്ര സഹായത്തിന് നന്ദി പറഞ്ഞ ബോർഡുകൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധം. ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 3 ലക്ഷം രൂപ വീതം അനുവദിച്ചതിന് നന്ദി രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കായി BJP സ്ഥാപിച്ച ബോർഡുകൾ നഗരസഭ അധികൃതർ നീക്കം ചെയ്തു. ഇതിന് പിന്നാലെ BJP പ്രവർത്തകർ പ്രതിഷേധവും രേഖപ്പെടുത്തി. സർക്കാർ നൽകിയ സഹായത്തിന് നന്ദി പറയാൻ പോലും അവസരം കൊടുക്കാത്തത് ജനാധിപത്യ വിരുദ്ധം എന്ന് പ്രവർത്തകർ ആരോപിച്ചു. നഗരസഭ അധികൃതരുടെ നിലപാടിനെതിരെ സംഘങ്ങൾക്കിടയിലും പൊതുജനങ്ങളിലും ചർച്ച ഉയർന്നിരിക്കുകയാണ്. ലോട്ടറി മേഖലയെ സംരക്ഷിക്കും ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ GST 40% ഉയർത്തിയതോടെ പ്രതിസന്ധിയിലാകുന്ന ലോട്ടറി മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാലൻ പറഞ്ഞു. നികുതി വർധനയെ GST കൗൺസിൽ കേരളം ശക്തമായി എതിർത്തിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളും പ്രതിനിധികളും നിർദ്ദേശം നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും ഏകപക്ഷീയമായ തീരുമാനമെടുത്തു. ഓണം ബമ്പറിന്റെ അടക്കം നറുക്കെടുപ്പ് നടക്കാനിരിക്കെ സമയം നീട്ടിച്ചോദിച്ചിട്ടും നൽകാൻ കേന്ദ്രം തയ്യാറായില്ല. തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വിഷയം പരിഹരിക്കും. ഇതിനായി ബുധനാഴ്ച ഈ മേഖലയിലെ തൊഴിലാളികളെ സംഘടനാ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പരീക്ഷയിൽ 30% കുറവ് മാർക്ക് നേടിയവർക്ക് പഠന പിന്തുണ നൽകും മന്ത്രി വി ശിവൻകുട്ടി. പാദവാർഷിക പരീക്ഷയിൽ 30% താഴെ മാർക്ക് നേടിയ കുട്ടികൾക്ക് പ്രത്യേക പഠന സഹായം നൽകാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സബ്ജക്ട് കൗൺസിൽ, സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ അധിക പഠന പിന്തുണ നൽകാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ബുധനാഴ്ചയ്ക്കകം മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഉത്തരക്കടലാസുകൾ വിതരണം ചെയ്യണം. 20-നകം ക്ലാസ് PTA യോഗങ്ങൾ വിളിച്ചു ചേർക്കണം. താഴ്ന്ന ഗ്രേഡുകളിലുള്ള കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി ഡയറ്റ്, SSK, വിദ്യാഭ്യാസ ഓഫീസർമാർ തുടങ്ങിയവർ സ്കൂളുകളിൽ നേരിട്ടെത്തി പഠന പിന്തുണ നൽകണം. ഈ പ്രവർത്തനങ്ങളുടെ സമഗ്ര റിപ്പോർട്ട് SSK പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകണം. AE, DEO എന്നിവർ റിപ്പോർട്ടുകൾ 25-നകം DDEമാർക്ക് കൈമാറണം. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0484230079 9496347407. വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ നാടറിയാൻ പാടില്ലെന്ന്
ഒരു വിഭാഗം വിചാരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ നാടറിയാൻ പാടില്ലെന്ന് ഒരു വിഭാഗം വിചാരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിയിക്കാൻ ബാധ്യതയുള്ള മാധ്യമങ്ങൾ തന്നെയാണ് ഇതിൽ നിർബന്ധം വെച്ച് പുലർത്തുന്നത്. ഇതൊക്കെ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും നടക്കുന്ന കാര്യമല്ല എന്ന പൊതുധാരണ സമൂഹത്തിൽ സൃഷ്ടിക്കാനും ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു. എന്നാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് തെളിയിച്ച് പലതും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 40.0 ലക്ഷ്യസ്ഥാനത്തായി മാറാനുള്ള കുതിപ്പിലാണ് കേരളം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 1ാം സ്ഥാനം ദേശീയ തലത്തിൽ നമുക്ക് ലഭിച്ചു. അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 87 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പദ്ധതിക്ക് നോവൽ ഇൻവെൻഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടി. കേരളത്തിന്റെ സംഭവ വർഷം പദ്ധതിക്കായിരുന്നു ഈ അംഗീകാരം. പാലിയേക്കര ടോൾ പിരിവിന് നിരോധനം തുടരും. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള നിരോധനം നീട്ടി. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നുള്ള ഹർജി തള്ളി. ഹർജി വീണ്ടും നാളെ ഹൈക്കോടതി പരിഗണിക്കും. ജില്ലാ കളക്ടർ നാളെ ഓൺലൈനായി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ഡ്രൈവർ മരിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത ചെമ്പൂത്രയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോ ഇടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. തയ്യൂർ സ്വദേശി കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ ടോണിയാണ് മരിച്ചത്. പട്ടിക്കാട് നിന്നും മണ്ണുത്തി ഭാഗത്തേക്ക് വരുന്ന ദിശയിലാണ് അപകടം. ഓട്ടോയിൽ കുടുങ്ങിയ ഡ്രൈവറെ തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. പുലിച്ചുവട്ടിലമർന്ന് നഗരം. ഒരൊറ്റ താളമായിരുന്നു ഈ സന്ധ്യയിൽ നഗരത്തിന്. രൗദ്രതാളത്തിലുറഞ്ഞ പുലിച്ചുവടുകളിൽ പ്രദക്ഷിണ വഴി പ്രകമ്പനം കൊണ്ടു. പോക്കുവെയിലിനെ നിറങ്ങളിലാറാടിച്ച് പുലിക്കൂട്ടം ഒഴുകിയെത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുലികളി നാടേറ്റെടുത്തു. വിവിധ ദേശങ്ങളിൽ പുലർച്ചെ തന്നെ പുലിസംഘങ്ങൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പരമ്പരാഗത മെയ്യെഴുത്തു മുതൽ അത്യാധുനിക 3D LED സംവിധാനങ്ങൾ വരെ പുലിസംഘങ്ങൾക്ക് മിഴിവേകി. നാട്ടുചെണ്ടകളുടെയും പെരുമ്പറകളുടെയും താളത്തിനൊത്ത് അരമണിക്കിലുക്കി ചുവടുവെച്ച പുലിക്കൂട്ടത്തിനൊപ്പം കാണികളും ചുവടുവെച്ചു. നിശ്ചല ദൃശ്യങ്ങളും പുലിവണ്ടികളും ഓരോരോ സംഘങ്ങളിലും വ്യത്യസ്തത പുലർത്തി. 9 സംഘങ്ങളിലായി 500ഓളം പുലികൾ അണിനിരന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന്റെ സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ. കേന്ദ്ര സഹായത്തിന് നന്ദി പറഞ്ഞ ബോർഡുകൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധം. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.